നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ, സ്വതന്ത്ര വ്യാപാര കരാർ ഏകദേശം ധാരണയായപ്പോൾ തന്നെ ഇന്ത്യൻ ജനതയുടെ ഒരു വലിയ വിഭാഗത്തിനും ഒരു ആശങ്ക ഉണ്ടായ ഒരു കാര്യമാണ്. ഇത് ഏകപക്ഷീയമായി ട്രംപിന് അനുകൂലമായ കരാറാണോ, ട്രംപിന് മുന്നിൽ ഇന്ത്യ കീഴടങ്ങിയോ, അതായത് മോദി കീഴടങ്ങിയോ എന്നൊക്കെ ഉള്ള ഒരു സംശയം പല കോണുകളിൽ നിന്നും ചർച്ച ചെയ്തിരുന്നു, പല കോണുകളിൽ നിന്നും ഉയർന്നും വന്നിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പുറത്തു വിട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ തീരുവയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ജനതയിൽ ഉണ്ടായിട്ടുള്ള ആശങ്കയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് US ആയിട്ടുള്ള ഈ കരാർ മാർച്ചിൽ ഒപ്പിടാൻ വേണ്ടി ഇരുന്നതാണ്. ആ സമയത്താണ് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അമേരിക്കൻ സുപ്രീം കോടതി തന്നെ വിധിച്ചിരുന്നു, തീരുവ റദ്ദാക്കിക്കൊണ്ട്. അതായത് ട്രംപിന് ഇങ്ങനെ അധിക തീരുവ കൂട്ടാനുള്ള അധികാരം പ്രസിഡന്റിന് ഇല്ല എന്നും അതെല്ലാം നിർത്തലാക്കിക്കൊണ്ടുള്ള വിധി വന്നായിരുന്നു. അതുമാത്രമല്ല, അതിനെ തുടർന്ന് മറ്റൊരു വിധി ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നത്, ട്രംപ് ഓരോ രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നും പിരിച്ചെടുത്ത ഈ അധിക നികുതിയായി പിരിച്ചെടുത്ത മുഴുവൻ പണവും തിരിച്ചു കൊടുക്കണം എന്ന ഒരു വിധിയും കൂടി വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ശരിക്കും നമ്മുടെ അധിക തീരുവയും എല്ലാം ചേർത്ത് 50% തീരുവ അനുഭവിച്ചു കൊണ്ടിരുന്ന ഇന്ത്യ ആ സമയത്താണ് സ്വതന്ത്ര വ്യാപാര കരാറുമായി ചർച്ച ചെയ്യുന്നതും. അങ്ങനെ അതിൻ്റെ ഫലമായി നമ്മുടെ തീരുവ എന്ന് പറയുന്നത് ഈ 18% ട്രംപ് കുറയ്ക്കുകയുണ്ടായി. ഇതെല്ലാം ചെയ്തത് ഈ അധിക തീരുവ വന്നപ്പോഴാണ്. അപ്പോൾ തീരുവയുടെ കേസിൽ സുപ്രീം കോടതി തന്നെ തീരുവ കൂട്ടാൻ ട്രംപിന് അധികാരമില്ലെന്നും അത് നിലനിൽക്കില്ലെന്നും ബാധിച്ചതോടുകൂടി അധിക തീരുവ എന്ന വിഷയം അവിടെ കഴിയുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് തിരക്ക് പിടിച്ച വ്യാപാര കരാർ ഒപ്പിടുന്നത് എന്നാണ് നമ്മുടെ രാജ്യം ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള നമ്മളെ കേന്ദ്ര ഗവൺമെൻറ്റിനെ പറയുകയുണ്ടായി. തീരുവയുടെ കാര്യത്തിൽ വ്യക്തത ലഭിച്ച ശേഷം മാത്രമേ ഇനി ഇടക്കാല വ്യാപാര കരാറുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മാർച്ചിൽ കരാർ ഒപ്പിടാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ തീരുവ ഘടന സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വന്നതിന് ശേഷമായിരിക്കും കരാർ ഒപ്പിടുക എന്നാണ് സൂചന. കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാളാണ് ഈ വിവരം പുറത്തുവിട്ടത്. എന്നാൽ കരാറിൽ നിന്ന് ഇന്ത്യ പിന്നോക്കം പോയിട്ടില്ലെന്നും വ്യക്തമാക്കി. US-ഉമായുള്ള വ്യാപാര കരാറിൽ നിന്നും ഈ അടുത്ത ദിവസം മലേഷ്യ പിൻവാങ്ങിയിരുന്നു. ആദ്യമായാണ് ഒരു രാജ്യം US-ഉമായുള്ള വ്യാപാര കരാർ അസാധുവാണെന്ന് പ്രഖ്യാപിച്ചത്. മാർച്ചിൽ ഇടക്കാല വ്യാപാര കരാർ ഒപ്പിട്ട് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിലാക്കാനായിരുന്നു ഇന്ത്യയുടെയും US-ൻ്റെയും ശ്രമം. അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധി വന്നു. പകരം തീരുവ തന്നെ ഇല്ലാതായതോടെ ഈ പഴയ അതേ രീതിയിൽ കരാറുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കില്ല. എന്നാൽ നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്നും ഇന്ത്യ പിന്നോക്കം പോയാൽ ട്രംപിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്നും വ്യക്തമല്ല. ഇന്ത്യ എന്ത് നിലപാട് എടുക്കുമെന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. സുപ്രീം കോടതി വിധി പുറത്തു വന്നു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് പിരിച്ചെടുത്ത കമ്പനികളിൽ നിന്നും ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ പിരിച്ചെടുത്ത ആ നികുതിപ്പണം, അധിക കൂട്ടിയ നികുതിപ്പണം അത് തിരികെ നൽകണം. ഏകദേശം 17,000-ൽ പരം കോടി പണമാണ് തിരിച്ച് നൽകേണ്ടത്. അപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ പലരും ആശങ്കപ്പെട്ടതാണ്. കാരണം ഈ അധിക തീരുവ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാറുമായി ഒപ്പിട്ടത്. അതിന് പ്രകാരം ഈ തീരുവ കുറച്ചത്. എന്നാൽ ഈ കൂട്ടിയ അധിക തീരുവ തന്നെ ഇല്ലാതായതോടുകൂടി പിന്നെ കരാറിന് പ്രസക്തിയുണ്ടോ, അല്ലെങ്കിൽ ആ കരാർ ആ നിബന്ധനകൾക്ക് അനുസൃതം മതിയോ, ഇനി പുതിയൊരു കരാർ വേണ്ടേ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചർച്ച വേണ്ടേ എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ പലരും പല കോണുകളിൽ നിന്നും ചോദിച്ചിരുന്നു. അതിനാണ് ഇപ്പോൾ എന്തായാലും നമ്മളെ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതായത് തീരുവ ഘടന സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വന്നതിന് ശേഷം കരാർ ഒപ്പിടാം എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ്. കൂടുതൽ ചർച്ചകൾ നടക്കട്ടെ. ഇന്ത്യക്കും കൂടി ഗുണകരമായ ഒരു കരാറായി മാറട്ടെ എന്ന് പ്രത്യാശിക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.